നീറ്റ് യു.ജി. പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. പരീക്ഷ വീണ്ടും നടത്താനുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്താണ് ഹർജി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നാളെ കേസ് പരിഗണിക്കും. ചോദ്യപേപ്പർ നൽകാമെന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് NTA അറിയിച്ചു. വനിത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന്. വനിത, ഈ പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി വന്നിരിക്കുന്നു. ഈ ഹർജിയിലെ ആവശ്യമെന്താണ്? വിവരങ്ങൾ എന്തൊക്കെ ലഭ്യമാണ്? അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ നീറ്റ് യു.ജി. പുനഃപരീക്ഷയ്ക്കെതിരെയാണ് പൊതുതാൽപര്യ ഹർജി വന്നിരിക്കുന്നത്. പരീക്ഷ വീണ്ടും നടത്താനുള്ള NTAയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തുന്നത് അത് ഏകപക്ഷീയവും അന്യായവുമാണ് എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ജൂൺ 17-ന് ഈ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂൺ 17-നാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ NTA ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അറിയിപ്പുകൾ കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. നേരത്തെ തന്നെ ഈ വരുന്ന വ്യാജ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിലേക്കുള്ള വാഗ്ദാനങ്ങളും ആരോപണങ്ങൾക്കും ഒക്കെ എതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ NTA തന്നെ ഇക്കാര്യവുമായി വിദ്യാർത്ഥികൾക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു സന്ദേശം നൽകിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് മുൻപ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ആർക്കും ലഭ്യമാകില്ല എന്നും ഈ ചോദ്യപേപ്പറുകൾ സംബന്ധിച്ച് അത് നൽകാമെന്ന തരത്തിലേക്കുള്ള വാഗ്ദാനമോ അല്ലെങ്കിൽ NTAയുടെ ഉദ്യോഗസ്ഥരാണെന്ന് ചമഞ്ഞുള്ള തട്ടിപ്പോ ഈ വ്യാജ വെബ്സൈറ്റുകളോ ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ NTAയുടെ തന്നെ പോർട്ടലിൽ പരാതി നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ വിദ്യാർത്ഥികൾ പരീക്ഷാർത്ഥികളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് NTA ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.